ഹലോ എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരു പാവലാണ് നമ്മൾ നട്ടിരുന്ന ഒരു പാവല. അതേ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാവയ്ക്ക് ഇനി എപ്പോൾ ഉണ്ടാവോ ആവോ. കണ്ടോ പൂവ് ഇരിക്കണേ, ദേ കണ്ടോ. പൂ ഇട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട് അല്ലേ, നല്ല ഗ്രീനറി. ഇനി എപ്പോഴാണാവോ ഇതിനകത്ത് കായ ഉണ്ടാവണേ, കാത്തിരുന്ന് കാണാം. ഹലോ എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും പറയണ പോലെ ഞങ്ങൾ ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് വന്നേക്കണേ. ചെറുതാണ് കേട്ടോ, കുറച്ച് വൈകുന്നേരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്ലോഗാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റും അറിയിക്കുക കേട്ടോ താഴെ. അപ്പൊ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പൊ സമയം ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എക്സാക്ട് സമയം ഓർക്കുന്നില്ല, 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മഴക്കാറൊക്കെ ഉണ്ട്, മഴ പൊടിഞ്ഞു തുടങ്ങി. മഴക്കാരാണല്ലോ ഇപ്പൊ. അതെ, അപ്പൊ എല്ലാവരും എന്തൊക്കെയാ എടുക്കുന്ന, എല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കണോ? വൈകുന്നേരത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വേഗം തന്നെ വ്ളോഗിലേക്ക് കടക്കാം. നല്ല ചക്കക്കുരു എടുക്കുന്നത് കറക്റ്റ് കയറ്റി വെച്ച് വരും, അല്ലെങ്കിൽ വടക്കാമ്പുറം ഉണങ്ങി കിടക്കണം, അവിടെ എടുക്കാം. ഇവിടെ എടുക്കണ്ട, അവിടുത്തെ കിടക്കും. ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ നോക്കിക്കഴിഞ്ഞാൽ ദേ ഇതുപോലെ ചക്കക്കുരു കഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാം. എന്നും ഉണ്ടാവേ ചക്കക്കുരു കൊണ്ടിട്ടുള്ള ഒരു കറി ഊണിന്റെ കൂടെ. എന്ത് സ്വാദാന്നറിയോ, അത് ഓർക്കുമ്പോൾ പിന്നെ കഴിക്കാതിരിക്കാനും പറ്റില്ല. ഒരു ചക്കയുണ്ട് പഴുത്ത് തുടങ്ങിയുള്ളത്, ഇന്ന് പൊളിച്ചാൽ ചിലപ്പോൾ എലി കടിക്കും. നാളെ പൊളിച്ചത് എടുക്കാൻ നേരം നല്ല ചക്കക്കുരു കിട്ടിയാണ്. കുഴപ്പമില്ല, ഇത്രയും പോരപ്പേ മതി. ചക്കക്കുരു ഞാൻ ആ ചക്ക വെട്ടിയതിന് കുറച്ച് ചക്കക്കുരു ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് ഓർത്തെടുത്തതാണേ. അതിന്റെ പാടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിലിട്ടൊന്ന് കഴുകാം. കഴുകി വെച്ച് നമുക്ക് ഈ സാധാരണ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഈ തറയിലിട്ടങ്ങ് ഉണക്കുക. അപ്പോൾ അത് ഇപ്പം മഴ തുടങ്ങിയല്ലോ, അത് കാരണം നമുക്ക് ഈ നടക്കല്ലിൻ്റെ അവിടെ ഇട്ടങ്ങ് ജസ്റ്റ് ഒന്ന് വെള്ളം വലിച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് പറഞ്ഞെന്നുള്ളത്, ചുമ്മാ അങ്ങ് കഴുകിയെടുക്കുക, മാലിന്യങ്ങൾ മാറ്റി അതിൽ പൾപ്പിൻ്റെ അംശമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കഴുകി. എന്നിട്ട് നമ്മൾ നടക്കലയിലിട്ടാൽ മതി. വെള്ളം അടിക്കാത്ത സ്ഥലത്തിട്ട് തോർത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം തോർത്തി കഴിയുമ്പോൾ കവറുകളിലൊക്കെ കെട്ടി വെച്ചാൽ മതി, സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ചക്കക്കുരു ഇരുന്നപ്പോൾ കേട്ടോ. അപ്പോൾ മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്കും ഒക്കെ അവിടെ മഴ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, മഴയുടെ സീസൺ അല്ലേ. അപ്പം ഞങ്ങൾ അടുക്കളപ്പുറത്ത് പാവൽത്തോട്ടത്തിൻ്റെ തോട്ടം എന്ന് പറയാനില്ല എങ്കിലും അതിൻ്റെ ചോട്ടിൽ നിന്നാണ് പരിപാടികൾ. നമുക്ക് സന്ധ്യയ്ക്ക് മുമ്പേ ഒരു 2 മാങ്ങ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ബെങ്കനംപിള്ളി അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അത് ഒരെണ്ണം നമുക്ക് ചെത്തി വെക്കാം. എന്നാന്നറിയാമോ, ചപ്പാത്തി കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു മധുരം കഴിക്കാനായിട്ട് ഇത് എടുത്ത് കളയുന്നല്ലേ. അപ്പം ഞാനത് ചെത്തണത് ചുമ്മാ നീ ഒന്ന് പിടിച്ചോ വേണമെങ്കിൽ. നമ്മുടെ സാധാരണ രീതിയിലുള്ള മാങ്ങ ചെത്തണ എങ്ങനെയാന്ന്. അതെ, നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. അതെ, നല്ല മധുരം ഉണ്ടായിരുന്നു ഇന്നലെ ചെത്തിയതിന്. ഇതെങ്ങനെയാന്ന് അറിയില്ല, വിളഞ്ഞ മാങ്ങയാന്ന് തോന്നണു അല്ലേ. അങ്ങനെ ചെത്തിക്കഴിഞ്ഞത് പുളിയിടാം. നന്നായിട്ട് പഴുത്തു കേട്ടോ. അതെ, നല്ല ടേസ്റ്റി ആയി ബെങ്കനപ്പിള്ളി മാങ്ങ, നല്ല മധുരവും ഉണ്ട്. ഞാൻ ഇതിൽ വെച്ച് തന്നെ അതെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിടുന്നത്. ഫോർക്കെടുക്കുക, കഴിക്കുക. അതെ, ഒരെണ്ണം ഒരു പൂളിൻ്റെ അവിടെ നല്ല പഴുത്ത വല്ലാതെയായി, അതുകൊണ്ട് അത് ഇച്ചിരി പഴുപ്പുകേടുണ്ട് കേട്ടോ. അതങ്ങ് എടുത്ത് കഴിച്ചത്. ഒരു പൂളിൻ്റെ പീസ് അത് നന്നായിട്ടത് ഇച്ചിരി ഇങ്ങനെ പഴുപ്പ് അധികമായിട്ടുണ്ടായിരുന്നു ആ പൂളിൻ്റെ ഭാഗം. അത് കുഴപ്പമില്ല, അല്ല അത് ആദ്യം അങ്ങ് തിന്നാൻ നമുക്ക്. ബാക്കിയെല്ലാം നല്ല കടുപ്പത്തിലായിരിക്കുന്നത് അല്ലേ.
ഇന്ന് നമ്മൾ വൈകിട്ടത്തേക്ക് ചപ്പാത്തിക്ക് ഒരു പീസ് കറി ഉണ്ടാക്കുവാണ്. പീസ് കറി സാധാരണ പീസ് കറി നമ്മൾ ഉണ്ടാക്കിയേക്കണ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഈ പീസ് കറി ചെയ്യണത് പല രീതിയിൽ ചെയ്യും. ഇന്ന് ചെയ്യണത് ഒരു സ്വല്പം കുറുകിയ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കറിയാട്ടോ. നമ്മൾ സാധാരണ പീസ് കറി മസാലകളൊക്കെ ചേർത്ത് ടൊമാറ്റോയും സവോളയൊക്കെ ഇട്ട് വേവിച്ചാൽ ചെയ്യാറ്. ഇന്ന് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ചേർത്ത് അങ്ങ് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തക്കാളിയും സവോളയും ഇഞ്ചിയൊക്കെ വഴറ്റി സ്വല്പം തേങ്ങാപ്പാലും ചേർത്ത് മിക്സ് ചെയ്യാം. അങ്ങനത്തെ കറിയാണെന്ന് ചപ്പാത്തിക്ക് തയ്യാറാക്കണത്. അപ്പം അതിനായിട്ട് പീസ് എടുത്ത് കാണിക്കണ്ടല്ലോ, വേണ്ട. നമ്മൾ ഒരു 7 മണിക്കൂറോളം ഉണങ്ങിയ പീസ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വെച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാട്ടോ. അപ്പം അതേ നല്ല എല്ലാവർക്കും അറിയാതെ നല്ല കിളികളൂന്നായി കിട്ടും, സോഫ്റ്റ് ആയി കിട്ടും. കടലയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. 7 മണിക്കൂറോളം കിടന്നു വന്നിട്ട് ഒരു 3-4 ട്രിപ്പ് കഴുകി വാരി എടുത്ത് വെച്ച് ഞാൻ നെകക്ക വെള്ളം ഒഴിച്ച് പീസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചതാണ്. ഇനി ഉപ്പ്, സ്വല്പം മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ജസ്റ്റ് ആദ്യം അങ്ങ് വേവിക്കാം. ഉപ്പിടണം. ഒരു 4 വിസിൽ മതി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്ക പീസ് ഇങ്ങനെ കുതിർത്തി കഴിഞ്ഞാൽ പിന്നെ അധികം വേവില്ല. അതിന് 4 വിസിൽ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റീം പോയി കഴിയുമ്പോൾ നോക്കാം. ആവി പോയി കഴിയുമ്പോൾ നോക്കുമ്പോൾ ഇത് വെന്തിരിക്കും കേട്ടോ. സ്വല്പം മുളക് പൊടി ഇതിന് കൂടാനുള്ള പീസിന് കൂടാൻ. പിന്നെ മസാല ചേർക്കുമ്പോൾ പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് നമ്മൾ. സ്വല്പം മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് ഒരു 4 വിസിലടിച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തിടാം. ഇത് നമ്മൾ ഒരു ഗ്രീൻ പീസ് തേങ്ങാപ്പാൽ കറി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് സവാളയും ഇഞ്ചിയും ഒക്കെ വെളിച്ചെണ്ണയിൽ വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പുറത്ത് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇത് ടൊമാറ്റോ ചേർക്കുവാണേ. ടൊമാറ്റോയും സ്വല്പം വേപ്പില കേട്ടോ. അത് എന്നാന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ല, റോസ്റ്റിൻ്റെ മോഡൽ എടുക്കണം. കരിയേറ്റ് സവോള ഡീപ്പാകരുത്. ഇനിയിപ്പോൾ ഈ ടൊമാറ്റോ ഒന്ന് വെള്ളത്തിൻ്റെ ഒരു അംശം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കണം, മഞ്ഞൾപ്പൊടി ചേർക്കണം, പിന്നെ ഇച്ചിരി ഗരം മസാല. ഇനിതേ ടൊമാറ്റോയുടെ ഇതൊക്കെ ഒരുവിധമാണ് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇതിനധികം യൂസ് ചെയ്യില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു എരിവ് കറി അല്ലല്ലോ ഇതാ. പിന്നെ ദേ മല്ലിപ്പൊടി ഇച്ചിരി അധികം ചേർക്കണ്ടേ. 1 സ്പൂൺ വടിച്ചിട്ടിട്ടുണ്ട്. മുളക് പൊടി 1/2 സ്പൂണ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഇതിന് എരിവ് കറി അല്ല ഇത്, അതുകൊണ്ട്. ഇനിയിപ്പം മഞ്ഞൾപ്പൊടി. ഗ്രീൻ പീസ് വേവിക്കാൻ നേരത്തെ ഓൾറെഡി മുളകും മഞ്ഞളും ചേർത്തതാണെങ്കിൽ ഇതിന് കൂടാൻ ഒരു സ്വല്പം മഞ്ഞളും കൂടെ ചേർക്കണം കേട്ടോ. ഇനി സ്വല്പം ഗരം മസാല ചേർക്കണം, അത് നമുക്ക് പറയാം. അതിൻ്റെ ടൈം ആയില്ല, ഇതൊന്ന് മൂക്കട്ടെ കേട്ടോ. എന്നിട്ട് ഗരം മസാലയും ചേർത്ത് ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കണത്. ഗരം മസാല സ്വല്പം മതി. അത്ര മതി. ഇത്ര അത് മതി. ഗരം മസാലയുടെ കുട്ടലറിയാൻ പാടില്ല. അപ്പൊ ഈ തക്കാളി ഒന്ന് വഴന്ന് ഈ ടൊമാറ്റോ ചേർത്ത് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഈ പൊടികൾ ചേർക്കാനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം ഗരം മസാല ചേർത്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പീസ് പയർ ഇതിലേക്ക് ചേർക്കും. ഇതിൻ്റെ വേവ് ഈ പാകത്തിന് ഞങ്ങൾ എടുക്കണം. തീരെ കുഴഞ്ഞാൽ കൊള്ളൂല. തീരെ കുഴഞ്ഞാൽ അപ്പം പോലെ ആയി പോകുന്നേ. ഇത് ഞെക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അലുത്ത് പോനെ. ഞെക്കുമ്പോൾ ഇങ്ങനെ അലുത്ത് വിട്ട് പോനെ ആ പാകത്തിന്. തീരെ എന്നാന്ന് വെച്ചാൽ തീരെ അങ്ങ് വെന്ത് കഴിഞ്ഞാൽ അട പോലെ ആയി പോകും. അത് പാടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്നാന്നറിയോ ചേർക്കേണ്ടതാണ്? നമ്മൾ കട്ടി തേങ്ങാപ്പാലല്ല, ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു തേങ്ങാമുറി ചിരണ്ടിയിട്ട് അതിന് കുറച്ച് വെള്ളം തേങ്ങാപ്പാലിൽ പിഴിയാൻ പാകത്തിനാക്കി ചേർത്ത് അടിച്ച് വെച്ച് അരിച്ചെടുത്തേക്കുന്നതാണ്. ഒരുപാട് കട്ടിയില്ല, തലപ്പാലുമല്ല രണ്ടാം പാലുമല്ല, അതിന് രണ്ടിനും ഇടയ്ക്കുള്ള കൺസിസ്റ്റൻസി ആട്ടോ. അത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അവിടെ കിടന്ന് ശരിക്ക് തിളയ്ക്കണം. തിളച്ച പതുക്കെ ഒന്ന് കുറുകി വരുമ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് കഴിക്കാറാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു കുറുകൽ വന്നോളും ഇതിൽ. ഗ്രീൻ പീസ് ഇട്ട് രണ്ടൊന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ 1-ാം പാലിന്റെ അത്രയും കട്ടിയില്ല, എന്നാൽ 2-ാം പാലിന്റെ അത്രയും ലൂസും അല്ല. അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു പാകത്തിലുള്ള
തേങ്ങാപ്പാൽ 1 കപ്പ് ഇതിനകത്ത് ഒഴിച്ചു. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വാങ്ങും അല്ലേ? തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കുറുകും. ആ പാകത്തിന് നമ്മളിത് വാങ്ങണം. കാരണം ഈ കറി ഇരുന്ന് കുറുകണതാ. അപ്പൊ കഴിക്കാറാകുമ്പോ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. കഴിക്കാൻ നേരത്ത് നമുക്ക് കാണിക്കാം. അത്രേ ഉള്ളൂ കറി ഉണ്ടാക്കാനായിട്ട്. ഈസി അല്ലേ? പെട്ടെന്ന് ചപ്പാത്തിയുടെ കൂടെയൊക്കെ തട്ടിക്കൂട്ടായിട്ട് നമുക്കൊരു ചാറുകറി ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കൂടിയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്കിതൊരു ഓപ്ഷനായിട്ട് എടുക്കാമല്ലോ. കറി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പേടിയൊക്കെ വരും അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നല്ല സ്വാദും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അല്ലേ? അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുഞ്ഞൊരു വ്ളോഗാണ്. എല്ലാവരും എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ചാനലിൽ കൂടുതൽ വ്ളോഗ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നമ്മളിനി മാക്സിമം വ്ളോഗ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിനി ഒരു അടിപൊളി വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണണ്ടേ? അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.